സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ കുറേ വീഡിയോകൾ ചെയ്തിരുന്നതാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുമാണ്, CPMന് കേരളത്തിൽ പരാജയം, അല്ലെങ്കിൽ CPM കേരളത്തിൽ പരാജയപ്പെട്ടാൽ, രാഷ്ട്രീയമായി പരാജയപ്പെട്ടാൽ അതിൻ്റെ നേട്ടമെന്ന് പറയുന്നത് BJPക്കാണ്. അതിന് അടിവരയിട്ടുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം അതാണ്. CPMൽ നിന്ന് വലിയ ചാനൽ ചർച്ചകളിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന CPMന്റെ ന്യായീകരണ തൊഴിലാളികൾ എന്ന് ബാക്കിയുള്ളവർ കളിയാക്കുന്നവർ, രാഷ്ട്രീയ തത്വചിന്തകന്മാരും മറ്റതും മറിച്ചതും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സ്വയം പുകഴ്ത്തുന്നവർ ഉണ്ട്. റജി ലൂക്കോസ്, PN ഹസ്കർ, ഇവരെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ തള്ളിപ്പറയാണ്. അവർ പറയുന്ന കാരണം വെറും ഫോഷ്കാണ്. പറയുന്നതിന് യാതൊരു ന്യായീകരണമില്ല. അധികാരത്തിന്റെ ബാക്കിൽ മനുഷ്യൻ പോകും, അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും. അതാണ്, അങ്ങനെയാണ് ഒരു പഴഞ്ചൊല്ല്. അപ്പോൾ അങ്ങനെ അധികാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറെ മനുഷ്യക്കോലങ്ങളുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞ, റജി ലൂക്കോസ് പറഞ്ഞെന്ന് പറഞ്ഞ, CPM ഇപ്പോ വർഗീയത പറയുന്നു. സംഗതി വർഗീയത പറയുന്നുണ്ട് അവര്. മാറാട് കലാപം പോലെയുള്ള ഇത് ഇനിയും കേരളത്തിൽ കൂടുതലായിട്ടുണ്ടാവും. UDF അധികാരത്തിൽ വന്നാൽ എന്താണ്, നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി. ജമാഅത്തെ ഇസ്ലാമി എവിടെയെങ്കിലും ഒരു സീറ്റ് ഇന്ന് വരെ കേരളത്തിൽ കിട്ടിയിട്ടുണ്ടോ? നിയമസഭാ തിരഞ്ഞെടുപ്പില്ല, പാർലമെന്റ് തിരഞ്ഞെടുപ്പില്ല. എപ്പോഴെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ട്. പിന്നെ അവർ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യും. എത്രയോ വർഷം CPMന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ CPMുമായിട്ട് അവർ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. പരസ്യമായതിൽ എത്രയോ പിണറായി വിജയന്റെ തന്നെ പ്രസ്താവനകളുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും അവരെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ആഭ്യന്തരം കൈയാളുന്നത് ജമാഅത്തെ ഇസ്ലാമിയായി. അപ്പൊ ഇത്ര വർഗീയത, അതായത് ഇലക്ഷൻ വരുന്ന സമയത്ത് ഇല്ലാത്ത വർഗീയ ധ്രുവീകരണം, അതായത് ജാതീയമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെറ്റത്തരവും പറയും. അതായത് മനുഷ്യരെന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായ ഒരു നയപരിപാടി ഉണ്ടാക്കണം, അന്തസ്സും അഭിമാനവും ഉണ്ടാകും. നമ്മുടെ വാക്കുകൾക്ക് ജനങ്ങൾ വില കൽപ്പിക്കുന്നു. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന, അതിപ്പോൾ മുഖ്യമന്ത്രിയെ പോലുള്ളവരും AK ബാലനെ പോലുള്ളവരും, അതായത് AK ബാലനൊക്കെ വലിയ മാർക്സിസ്റ്റുകാരാണത്. ഈ മാർക്സിസം ഒക്കെ ഇല്ലാതാവും. എങ്ങനെ? ഈ ജാതീയമായി തന്നെയാണ് ഇവരെല്ലാം പെരുമാറുന്നത്. നിങ്ങൾ എടുത്തു നോക്കി, ഏത് രാഷ്ട്രീയ പാർട്ടിയിലും എടുത്തു നോക്കി, സീറ്റ് വീതം വയ്ക്കുന്നത് തന്നെ ജാതീയമായിട്ടാണ്. പറയുന്നത് എന്തും പറയും. ഇപ്പൊ CPMന്റെ ആചാര്യനായിരുന്നു EMS നമ്പൂതിരിപ്പാട്. ആ മനുഷ്യൻ EM ഇളംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആ നമ്പൂതിരിപ്പാട് എന്നുള്ള ഇതെടുത്ത് മാറ്റിയിട്ടുണ്ടോ? ശങ്കരൻ എന്ന് മാത്രം പോരെ? അപ്പോൾ അവസാനം വരെ അയാൾ നമ്പൂതിരി തന്നെയായിരുന്നു, മരിക്കുന്നത് വരെ. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് RSSനും BJPയെക്കാളും മുമ്പേ തന്നെ ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് ആവശ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനാണ് EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ ഇതിനെ അനുകൂലിക്കുന്നവര് ഏതാണെന്ന്, മുസ്ലിം സംഘടനകൾ പലതും EMSനെയും അല്ലെങ്കിൽ CPMനെയും അനുകൂലിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ ആദ്യമായിട്ട് വർഗീയമായ നിലപാടെടുത്ത്, അതായത് ലോകത്ത് എവിടെയായിരുന്നാലും മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായ ശരീഅത്ത്, അതായത് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാത്ത കാര്യമാണ്. മരണം വരെ അതിനെതിരെ പോരാടും. അത് സംശയമില്ലാത്ത കാര്യമാണ്. എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, ലോകത്തുള്ള എല്ലാവരും കൂടി ഇരുന്നിട്ട് തീരുമാനിക്കുകയാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മതി എതിർക്കാൻ. അത് എതിർത്തുകൊണ്ടേയിരിക്കും. അതൊന്നും യാതൊരു കാരണവശാലും അതൊന്നും മാറ്റി എടുക്കാവുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ദൈവത്തിന്റെ നിയമങ്ങളാണ്. ദൈവം ഇല്ല എന്ന് പറയുന്നവർക്ക് എന്ത് ദൈവം? ഇപ്പൊ ദൈവം ഇല്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് സ്വർണം അടിച്ചു മാറ്റുന്നവരാണ്. അപ്പോ എന്ത് ചെറ്റത്തരവും കാണിക്കും. കണ്ടില്ലേ? ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം തന്നെ അവരടിച്ചു മാറ്റി. അവരിനി ഏതെല്ലാം ക്ഷേത്രങ്ങളില, ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വർണമെല്ലാം കട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അവർ പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് തുറക്കാനൊക്കൂല, അവർക്ക് തുറക്കാം.
അവിടെ പാമ്പുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്. അവിടെ തുറന്ന കേരളത്തിൽ മറ്റതായിക്കളെ ഒരു ചുക്കും സംഭവിക്കില്ല. തുറന്ന് നോക്കണം, എന്തൊക്കെയുണ്ടെന്ന് അറിയണം. പലതും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ഈ കള്ളന്മാരെന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പൗരൻ, അതായത് ഒരു പാവപ്പെട്ടവൻ ആഹാരത്തിന് വേണ്ടി എവിടെന്നെങ്കിലും എന്തെങ്കിലും എടുത്താൽ അത് വലിയ മോഷണമായി അവനെ തല്ലിക്കൊല്ലും. കോടികൾ മോഷ്ടിക്കുന്നവൻ കള്ളനല്ല, അവന് സമൂഹത്തിൽ ഭയങ്കരമായ മാന്യതയും വിലയും നിലയുമാണ്. അപ്പൊ ഇതാണ് മാറ്റിയെടുക്കേണ്ടത്. കള്ളൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കോടികൾ മോഷ്ടിക്കുന്നവനായിരുന്നാലും 10 രൂപ മോഷ്ടിക്കുന്നവനായാലും കള്ളൻ തന്നെയാണ്. ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് കോടി മോഷ്ടിച്ചുകൊണ്ട് ഗുജറാത്തുകാർ നല്ല 1ാം ക്ലാസ് BJP അനുകൂലികൾ പോയി. എത്രയോ വർഷമായി, കഴിഞ്ഞ 10-12 വർഷങ്ങളായി അവർ പുറം വിദേശ രാജ്യങ്ങളിൽ സുഖമായി സുഭിക്ഷമായി കഴിയുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? മോഡി വലിയ ലോകം മൊത്തം പ്ലെയിനിൽ സഞ്ചരിക്കുന്നവനാണല്ലോ. എന്തേ അവരെ പിടിക്കാത്തത്? എന്തുകൊണ്ട് പിടിക്കുന്നില്ല? അപ്പോൾ ഇതൊക്കെ വെറുതെയാണ്. ജനങ്ങളെ എങ്ങനെ വിഡ്ഢികളാക്കാം? പാവപ്പെട്ട ജനങ്ങൾ ഇവിടെയുള്ള ആരെങ്കിലും 25,000 50,000 രൂപ ലോൺ എടുത്തു അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യങ്ങൾ, കല്യാണത്തിനോ, പെൺകുട്ടികളുടെ കല്യാണത്തിനോ 50,000 1 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വസ്തുവും വീടും കൂടെ ചേർന്നായിരിക്കും പണയം വയ്ക്കുന്നത്. അവർ വന്ന് വീട് ജപ്തി ചെയ്യും, പിന്നെ ഭൂമി ജപ്തി ചെയ്യും, അവരെ റോഡിൽ വേണമെങ്കിൽ ഇറക്കി വിടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ. അതായത് പാവപ്പെട്ടവൻ തന്നെയാണ്. അവന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. വലിയ കാശുകാർക്ക് വേണ്ടി സംസാരിക്കാനും അവന് വേണ്ടി പ്രവർത്തിക്കാനുമേ ഇവിടെ ആളുണ്ട്. ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ നഷ്ടം. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഈ അപമാനമായ രീതിയിൽ, അതായത് ഇങ്ങനെയുള്ള ജനാധിപത്യം ലോകത്തെവിടെയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊഴിഞ്ഞു പോക്ക്. എന്താണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്? എന്താണ് ത്രിപുരയിൽ സംഭവിച്ചത്? നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ CPM പറയും ത്രിപുരയിലുള്ള കോൺഗ്രസ്സുകാരെല്ലാം കൂടെ BJPക്ക് വോട്ട് ചെയ്തു, അത് പോയതുകൊണ്ടാണ് ത്രിപുരയിലെ ഭരണം നഷ്ടപ്പെട്ടത്, നമുക്ക് സീറ്റില്ലാതെ പോയത്. പശ്ചിമ ബംഗാളിലും അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ കോൺഗ്രസ് ഉണ്ടെന്ന് അവർ സമ്മതിക്കും. നേരത്തെ കോൺഗ്രസ്സേ ഇല്ല, ഇവിടെ ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് എന്നും ഉണ്ടാവും. CPM ശ്രദ്ധിക്കേണ്ടത് CPMനെ നിലനിർത്താൻ, അതായത് കേരളത്തിലുള്ള, ബാക്കിയുള്ള കാര്യം പോട്ടെ, കേരളത്തിലുള്ള എല്ലാ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളും ആഗ്രഹിക്കുന്നത് CPM നിലനിൽക്കണമെന്നാണ്. ഇടതുപക്ഷം കേരളത്തിൽ ഉണ്ടാവണമെന്നാണ്. പക്ഷെ ഈ പിണറായി വിജയനെ നേതൃത്വത്തിലാക്കി ഇവിടെ ഒരു കാരണവശാലും CPM നിലനിൽക്കില്ല. അത് ഉറപ്പാണ്. സ്വർണമല്ല, അവർ എന്ത് വേണമെങ്കിലും അടിച്ചു മാറ്റും. ഇനിയിപ്പോ സ്വർണം അടിച്ചു മാറ്റി കുറെ നാൾ കഴിയുമ്പോൾ പറയാം അത് ജനങ്ങൾക്ക് പിന്നെ പെൻഷൻ കൊടുക്കാനും അതിനു വേണ്ടി അടിച്ചു മാറ്റി വിറ്റതാണെന്ന് പറഞ്ഞാലും പിന്നെ അതിനൊന്നും നമ്മൾ അതിശയിക്കാനൊന്നുമില്ല. നമ്മൾ ചിരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് ചെറ്റത്തരം ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുക. പൈസയാണ് ലക്ഷ്യം, പൈസയാണ് പ്രശ്നം.